അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവാഹ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പെണ്ണ് കാണൽ എന്നുള്ളത്. ഇവിടെ പലപ്പോഴും പെണ്ണിന്റെ ഇഷ്ടത്തിന് പകരം പുരുഷന്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ പെൺകുട്ടിയുടെ ഇഷ്ടത്തേക്കാൾ പുരുഷന് ഇഷ്ടപ്പെട്ടാൽ, വരൻ ഇഷ്ടപ്പെട്ടാൽ അതിന് മുൻഗണന കൊടുക്കുകയും വധുവിനെ അത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അങ്ങനെ ഒരു രീതിയിൽ നിർബന്ധിപ്പിച്ചൊക്കെ വിവാഹം കഴിപ്പിക്കുന്നത് കാണാൻ കഴിയും. പെണ്ണ് കാണുക എന്ന് പറയുന്നത് പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ വിവാഹം നടത്താൻ വേണ്ടിയാണ്. മാതാപിതാക്കൾ പെണ്ണ് കണ്ടു, ചെറുക്കൻ പെണ്ണ് കണ്ടില്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ പോയി വരനെ കണ്ടു, വിവാഹം കഴിക്കുന്ന പയ്യനെ കണ്ടു, പെണ്ണ് കല്യാണത്തിന് എന്നാ കാണുന്നത്. ഇങ്ങനെയൊന്നും പാടില്ല. പരസ്പരം ഇഷ്ടമുള്ള, പരസ്പരം ഇഷ്ടപ്പെട്ട വിവാഹമേ നടത്താൻ പാടുള്ളൂ, അല്ലാത്ത വിവാഹം നടത്തരുത്. ഹദീസുകൾ കൃത്യമായി കാണാൻ കഴിയും. ഒന്നാമത്തെ വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ അവരോട് അങ്ങനെ ചോദിക്കുക തന്നെ വേണം, താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണം. എന്നാൽ ബിക്റാണ്, ബിക്ർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിവാഹമാണ്. അങ്ങനെയുള്ള ഒരു സഹോദരിയാണെങ്കിൽ അവളോട് ചോദിക്കണം. അവളുടെ അനുവാദത്തോടു കൂടി വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുന്നത് എങ്ങനെയാണ് അവൾ അനുവാദം തരിക? അൻ തസ്കുത, അവൾ മൗനസമ്മതമെങ്കിലും നടത്തണം, അവൾ മൗനസമ്മതമെങ്കിലും നൽകണമെന്നാണ്. അപ്പോൾ മൗനം സമ്മതമായിട്ട് പോലും സ്വീകരിക്കാം, പക്ഷെ അനിഷ്ടം പറഞ്ഞാൽ, അത് മുഖത്ത് കാണിച്ചാൽ ഒരിക്കലും ആ വിവാഹത്തിന് നിൽക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇഷ്ടമില്ലാത്ത വിവാഹം കഴിപ്പിച്ചു കൊടുത്ത മാതാപിതാക്കൾക്കെതിരെ വധു, അതായത് വിവാഹം കഴിപ്പിക്കപ്പെട്ട പെൺകുട്ടി പരാതി പറഞ്ഞ സന്ദർഭം നമുക്ക് ഇമാം ബുഖാരി ഒരു ബാബായി തന്നെ കൊടുക്കുന്നുണ്ട്. ഇദാ സവ്വജ ഇബ്നതഹു വഹിയ കാരിഹ, മകളെ അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നടത്തി കൊടുത്ത പിതാവിന്റെ വിഷയം, ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ, ആ സഹോദരിയുടെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇമാം ബുഖാരി ആ ബാബിന് കൊടുത്ത ഹെഡിങ് ഇങ്ങനെയാണ്: ഫനിക്കാഹുഹു മർദൂദ്, ആ നിക്കാഹ് റദ്ദ് ചെയ്യപ്പെട്ട നിക്കാഹാണ് എന്ന ബാബില് കൊടുക്കുന്ന ഹദീസ് ഇതാണ്. അന ഹൻസ ഇബ്നു ഖിദാം, ഖിദാമിന്റെ മകൾ ഹൻസ അവർ വരികയാണ്. അവരുടെ പിതാവ് അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഫത്തത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഈ പരാതി പറഞ്ഞു. ഫറദ്ദ നിക്കാഹഹു, അവളുടെ നിക്കാഹ്, ഫറദ്ദ നിക്കാഹഹു, അവളുടെ നിക്കാഹ് റദ്ദ് ചെയ്തു കൊടുത്തു എന്നാണ്. അപ്പൊ പെണ്ണിന്റെ ഇഷ്ടം, വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയുടെ ഇഷ്ടം വിവാഹ രംഗത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മാതാപിതാക്കൾ നിർബന്ധിച്ചുകൊണ്ട് വിവാഹം കഴിപ്പിക്കരുത്. പെൺകുട്ടികൾക്ക് സ്വമേധയാ ആ വിവാഹത്തോട് ഇഷ്ടമുണ്ടെങ്കിലേ വിവാഹം കഴിപ്പിക്കാവൂ. അതുപോലെ തന്നെ വരനും ഇഷ്ടമുണ്ടാവണം, പരസ്പരം ഇഷ്ടമുണ്ടെങ്കിലേ വിവാഹം കഴിപ്പിക്കാവൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മാതാപിതാക്കൾ നിർബന്ധിപ്പിച്ച് വിവാഹത്തിലേക്ക് വിടുക, അവസാനത്ത് പ്രശ്നമാവുക, ആ കുറ്റം ഇസ്ലാമിക കോടതിയിൽ വന്നാൽ അതിന്റെ കുറ്റമായ രക്ഷകർത്താക്കൾക്കാണ്. അതുകൊണ്ടല്ലേ റസൂൽ ആ നിക്കാഹ് റദ്ദ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ പരസ്പര സമ്മതമുള്ള വിവാഹങ്ങൾ മാത്രമേ നടത്താവൂ എന്നുകൂടി ഓർക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.